ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തിങ്കളാഴ്ചയുടെ കാലത്തെ വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എണീറ്റ് വന്നതാ, വെളിയിൽ വന്ന് നോക്കിയാട്ടോ നല്ല ഇരുട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെയാണ് ഞാൻ എണീറ്റിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ വാതിലൊന്നും തുറന്നിട്ടില്ല, ഞാൻ കുളിച്ച് വന്നിട്ടേ തുറക്കുള്ളൂ. അമ്മ എണീറ്റ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം കുളിച്ചൊന്ന് കോലമൊക്കെ ഇട്ട് വിളക്ക് തെളിക്കാനുള്ള പൂവൊക്കെ പറിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ പൂച്ചക്കുട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ എക്സാം ആയ കാരണം അവർ 3:30 അലാം വെച്ചിട്ട് എണീക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും എണീക്കും കേട്ടോ നേരത്തെ. അപ്പോൾ അവരും ഒപ്പം എണീക്കുക, എൻ്റെ ഒപ്പം എണീക്കുക. എൻ്റെ മുൻപേ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അലാം വെച്ചിട്ട്. പിന്നെയാണ് എന്നെ വിളിച്ചു വിട്ടത്. പിന്നെ ഇതാ വിളക്കൊക്കെ തെളിയിച്ചു. ചോറ് വാർത്ത ശേഷമാണ് ഞാൻ വന്ന് കുറിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചത് കേട്ടോ. പിന്നെ ചായയൊക്കെ വെക്കാം. നമുക്ക് ചായ കുടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഓടില്ല. ചായയാണ് മെയിൻ കേട്ടോ. ഞാൻ എത്ര ചായ കിട്ടിയാലും കുടിക്കേ. അപ്പോൾ ഇന്നേക്ക് രാവിലെ നൂലുപുട്ടും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഉടച്ചു, കുറച്ചേലും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉടച്ച് ഇന്നേക്ക് ചട്നി അരയ്ക്കാം കേട്ടോ. പൊരികടല, പച്ചമുളക്, ഇഞ്ചി, തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ, കടുക്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെയാണ്, എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് അമർത്തി വിടണേ, എന്തെങ്കിലും ഒരു കമൻ്റ് ഇടണം. പിന്നെ മോൻ അപ്പോഴത്തേക്കും പാലൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഞാൻ നൂലിപ്പുട്ടൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെക്കുകയാണ്. അല്ലെങ്കിൽ അമ്മയാണ് കേട്ടോ പാൽ വാങ്ങാൻ പോവുക. അമ്മയില്ലാത്ത കാരണം അമ്മ രാവിലെ നേരത്തെ തന്നെ പണിക്ക് പോയി. അപ്പോൾ ഇല്ലാത്ത കാരണം മോനാണ് പോയി വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ നൂലിപ്പുട്ടൊക്കെ ഞാൻ ആയിട്ടുണ്ട്. എടുക്കാം കേട്ടോ. നമുക്കത് വേഗമാകും, നൂൽപ്പുട്ടൊക്കെ വേഗമാകും കേട്ടോ. എളുപ്പ പണിയാണ് അത് നൂൽപ്പുട്ട്. പിന്നെ ഇതാ മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കുകയാണ്. രണ്ടുപേരും വന്ന് നിൽക്കുന്നുണ്ട്, അവർക്ക് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അബിയുടെ ലഞ്ച് അച്ചുവാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അവൻ ബസ്സിലായതുകൊണ്ട് ഇവിടുന്ന് സൈക്കിളിൽ പോകും ബസ് സ്റ്റോപ്പ് വരെ. എന്നിട്ട് സൈക്കിൾ ബസ് സ്റ്റോപ്പിൽ നിർത്തും കേട്ടോ. അപ്പോൾ അച്ചു കുറച്ചൊരു 10 മിനിറ്റ് ലേറ്റായിട്ട് പോകുള്ളൂ. അപ്പോൾ അവൻ്റെ കയ്യിൽ ലഞ്ച് കൊടുത്തു വിടും. പിന്നെ ഇന്നേക്ക് മുളക് വറുത്തപ്പുളിയും സോയാബീൻ വറുത്തതുമാണ് കേട്ടോ. മക്കൾക്ക് ഞങ്ങൾ വലിയ താല്പര്യമില്ല സോയാബീൻ വറുത്തത്. ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും ഉപ്പേരി വെക്കും കേട്ടോ. അപ്പോൾ മുളക് വറുത്ത പുളിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാറായി കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ സോയാബീൻ വറുക്കുന്നുണ്ട്. പിന്നെ മക്കളെ ലഞ്ചൊക്കെ ഞാൻ ആക്കുകയാണ്. എല്ലാം ആയിട്ടുണ്ട്. ലഞ്ചൊക്കെ ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യണേ. അബി പോയിട്ടുണ്ട് കേട്ടോ. അച്ചു മാത്രമേ ഉള്ളൂ പോവാൻ. പിന്നെ ഞാൻ അവനെ നോക്കണം പൊട്ട് വെച്ചിട്ടുണ്ടോ എന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കണം. പൊട്ട് വെക്കുന്നത് നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞാലേ അവർ വെക്കുള്ളൂ. പിന്നെ ഇതാ അബി പോയിട്ടുണ്ട് കേട്ടോ. അച്ചു പിന്നെ പതുക്കെ പോവുള്ളൂ. ഞാനത് കട്ട് ചെയ്ത് എടുത്ത കാരണം അവർ രണ്ടുപേരും ഒപ്പം പോകുന്ന പോലെ തോന്നുന്നതാണ്. പിന്നെ എനിക്കും വിശന്നു, ഞാനും കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.